ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ നിരാശാജനകമായ ഫലമാണ് ഇന്ത്യയെ കാത്തിരുന്നത്. മത്സരത്തിൽ ഇന്ത്യ നൽകിയ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് 5 വിക്കറ്റിന്റെ വിജയം നേടുകയായിരുന്നു. ബൗളർമാരുടെ നിരാശാജനകമായ പ്രകടനമാണ് ഇന്ത്യയെ ഈ മത്സരത്തിൽ പിന്നോട്ടടിച്ചത്. ആദ്യ ഇന്നിംഗ്സിൽ 5 വിക്കറ്റുകൾ വീഴ്ത്തിയ ജസ്പ്രീത് ബുംറയ്ക്ക് മാത്രമാണ് ഇംഗ്ലണ്ട് ബാറ്റർമാരെ പേടിപ്പിക്കാനായത്. ഇംഗ്ലണ്ടിനെതിരായ ലീഡ്സ് ടെസ്റ്റിൽ 2 ഇന്നിംഗ്സുകളിലും സെഞ്ചുറി നേടിയ ഋഷഭ് പന്തിന്റെ പ്രകടനവും ആരാധകരെയും ക്രിക്കറ്റ് വിദഗ്ധരെയും ഒരുപോലെ ആകർഷിക്കുന്നതായിരുന്നു. ഇന്ത്യൻ ടെസ്റ്റ് ടീം വൈസ് ക്യാപ്റ്റനായ ശേഷമുള്ള ആദ്യ മാച്ചിൽ തന്നെ പന്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ബാറ്റിംഗ് വിരുന്നൊരുക്കി. ടെസ്റ്റ് ചരിത്രത്തിൽ 2 ഇന്നിംഗ്സുകളിലും സെഞ്ചുറി നേടുന്ന ആദ്യ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ, ലോകത്തിലെ 2ാമത്തെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നീ റെക്കോർഡുകളും പന്തിനെ തേടിയെത്തി. പന്തിന്റെ ഇന്നിംഗ്സുകൾ വളരെ വേഗത്തിൽ റൺസ് നേടുന്നതും ഇതുവരെ കാണാത്ത ഷോട്ടുകൾ കളിക്കുന്നതും ഉൾപ്പെട്ടതായിരുന്നു. പ്രസിദ്ധ് കൃഷ്ണയും മുഹമ്മദ് സിറാജും ഷർദുൽ താക്കൂറും ഈ കളിയിൽ വലിയ പരാജയങ്ങളായി. ആദ്യ ടെസ്റ്റിലെ തോൽവിക്ക് പിന്നാലെ ഇന്ത്യക്ക് ആശങ്ക സമ്മാനിക്കുന്ന മറ്റൊരു വിവരവും പിന്നാലെ പുറത്തുവന്നു. ബുംറ 2ാം ടെസ്റ്റിൽ കളിച്ചേക്കില്ല എന്നതായിരുന്നു ആ വാർത്ത. ജോലിഭാരം നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഈ പരമ്പരയിൽ 3 ടെസ്റ്റുകളിൽ മാത്രമേ ഇന്ത്യ ബുംറയെ കളിപ്പിക്കുന്നുള്ളൂ എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. 2ാം ടെസ്റ്റിൽ താരത്തിന് ഇന്ത്യ വിശ്രമം നൽകുമെന്നാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ. ബുംറയ്ക്ക് വിശ്രമം അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പകരം 2ാം ടെസ്റ്റിൽ ഇന്ത്യ കളിപ്പിക്കുക അർഷ്ദീപ് സിംഗിനെ ആയിരിക്കും എന്നാണ് റിപ്പോർട്ട്. ബർമിംഗ്ഹാമിൽ കളിക്കാനിറങ്ങിയാൽ അർഷ്ദീപിന്റെ ടെസ്റ്റ് അരങ്ങേറ്റം കൂടിയായിരിക്കും ഇത്. T20യിൽ ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകമാണ് ഇടംകയ്യൻ പേസറായ അർഷ്ദീപ്. 99 വിക്കറ്റുകളോടെ ഈ ഫോർമാറ്റിൽ ഇന്ത്യയുടെ എക്കാലത്തെയും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനുമാണ് അദ്ദേഹം. T20യിലെ സ്ഥിരതയാർന്ന പ്രകടനം ഏകദിന ടീമിലും താരത്തിന് സ്ഥാനം നേടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് ടീമിലേക്കും അദ്ദേഹം എത്തുകയാണ്. ഷർദുൽ താക്കൂറിനും 2ാം ടെസ്റ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടമുണ്ടാകില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഷർദുലിനെ ഇന്ത്യ പ്ലേയിങ് 11-ൽ നിന്ന് ഒഴിവാക്കുമെന്നും അദ്ദേഹത്തിന് പകരം യുവ ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയെ ഇന്ത്യ ടീമിലേക്ക് പരിഗണിക്കും എന്നുമാണ് റിപ്പോർട്ട്. ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യക്കായി കിടിലൻ പ്രകടനം കാഴ്ചവെച്ച താരമാണ് നിതീഷ് കുമാർ റെഡ്ഡി. നേരത്തെ ആദ്യ ടെസ്റ്റിൽ നിരാശാജനകമായ പ്രകടനമായിരുന്നു ഷർദുലിൻ്റേത്. 2 ഇന്നിംഗ്സിൽ നിന്നുമായി ആകെ 2 വിക്കറ്റുകൾ മാത്രം നേടാനായ ഷർദുൽ താക്കൂർ ആകെ നേടിയത് 5 റൺസായിരുന്നു. വർക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായി ജസ്പ്രീത് ബുംറ 2ാം ടെസ്റ്റിൽ കളിച്ചില്ലെങ്കിൽ ഇന്ത്യൻ ടീമിനത് കനത്ത തിരിച്ചടിയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2ാം ടെസ്റ്റിൽ പുറത്തിരിക്കുന്ന ബുംറ പരമ്പരയിലെ 3ാം ടെസ്റ്റിൽ ടീമിലേക്ക് തിരിച്ചു വരുമെന്നാണ് സൂചന. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും അശ്വിനും വിരമിച്ചതിന് ശേഷമുള്ള ആദ്യ പരമ്പര ഇന്ത്യൻ ക്രിക്കറ്റിലെ തലമുറ മാറ്റമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. 25-കാരനായ ഗിൽ ക്യാപ്റ്റനായപ്പോൾ ഉപനായക സ്ഥാനം ആദ്യമായി ഋഷഭ് പന്ത് ഏറ്റെടുത്ത മത്സരം കൂടിയാണ് നടന്നത്. ദീർഘകാല ലക്ഷ്യങ്ങളോടെയാണ് BCCI യുവ പ്രതിഭകളെ നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ജൂലൈ 10 മുതൽ ലോർഡ്സിലാണ് 3ാം ടെസ്റ്റ് ആരംഭിക്കുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.